എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി ആദ്യമായി അശ്വതി നക്ഷത്രം. കേസുകളോ അപമാനങ്ങളോ ഉണ്ടാകും. ധനനഷ്ടം, കലഹം എന്നിവയ്ക്ക് സാധ്യത. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശ വിഷയത്തിൽ പ്രവേശനം ലഭിക്കുമെങ്കിലും ദൂരദേശവാസം വേണ്ടിവരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഉറപ്പിച്ച വിവാഹം ഒഴിഞ്ഞു പോകും. യാത്രയിൽ ആപത്തുകൾ ഉണ്ടാകും. കുടുംബത്തിലെ ചിലരുടെ അസ്വാരസ്യങ്ങൾ കൊണ്ട് അതൃപ്തി കൊണ്ടും മാറി താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രം. സാഹസികമായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കും. മയത്തിൽ പെരുമാറണം. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രം. വിഷയങ്ങൾ ഉണ്ടാകും. സംസാരം പരുക്കനാവാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രം. പരിശ്രമങ്ങൾ വിജയിക്കും. തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. വരവിൽ കവിഞ്ഞ ചിലവ് വർദ്ധിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അപ്രതീക്ഷിതമായ എതിർപ്പുകളെ തരണം ചെയ്യേണ്ടി വരും. അടുത്തത് തിരുവാതിര നക്ഷത്രം. പ്രണയം പൂർവാധികം ശക്തമാകും. വിദേശയാത്രകൾ നടത്തുവാനുള്ള അനുമതി ലഭിക്കും. ടെസ്റ്റുകളിലും പരീക്ഷകളിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. അടുത്തത് പുണർദം നക്ഷത്രം. വിനോദങ്ങളിൽ പങ്കുചേരും. മനസ്സുഖമുണ്ടാകും. ധനനേട്ടം ഉണ്ടാകും. സന്താനങ്ങളാൽ കീർത്തി വർദ്ധിക്കും. വ്രതാനുഷ്ഠാനത്തിന് താല്പര്യം പ്രകടിപ്പിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ വരും. അടുത്തത് പൂയം നക്ഷത്രം. ധനപരമായി നല്ല ദിവസമാണ്. സന്താനങ്ങളുടെ വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കഴിവിനനുസരിച്ച് അംഗീകാരം കിട്ടും. രോഗശാന്തി ഉണ്ടാകും. പ്രമോഷന് വേണ്ടി ശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കും. ഉന്നത വ്യക്തികളുമായി അടുത്തിടപഴകുവാൻ അവസരമുണ്ടാകും. അടുത്തത് മകം നക്ഷത്രമാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. ഗൃഹത്തിൽ ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവം നിഷ്ഫലമാക്കുവാൻ സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ധനപരമായി വളരെ നല്ല സമയമാണ്. പുതിയ അവസരങ്ങൾ വന്നുചേരും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. പൊതുപ്രവർത്തകർ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും. ഇഷ്ടഭക്ഷണ ലാഭം ഉണ്ടാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കും. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. സ്വന്തം താൽപ്പര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കാതെ വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഭാര്യ നിമിത്തം ഗുണം ഉണ്ടാകും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. വാഹനഭാഗ്യം ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിക്കിട്ടും. ഗൃഹം മൂടി പിടിപ്പിക്കാനായി പണം ചിലവഴിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. അന്യരിൽ നിന്നും നേട്ടം ഉണ്ടാകും. ബന്ധുസമാഗമം ഉണ്ടാകും. വിശേഷ വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും. സർവകാര്യ വിജയം ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയത്തിന് ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ഇഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം മനസ്സുഖം വർദ്ധിപ്പിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സുഖവും ദുഃഖവും മാറി മാറി വരും. സർക്കാർ ഉത്തരവിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സങ്ങൾ നേരിടും. സ്വന്തം ആവശ്യത്തിനു വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വരും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. മനസ്സുഖക്കുറവുണ്ടാകാം. പ്രണയം പരാജയപ്പെടാം. വ്യവഹാരങ്ങളിൽ പരാജയഭീതി ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കാതെ ഇരിക്കുക. ജോലിഭാരം കൊണ്ടും മാനസികവും ശാരീരികവുമായ ക്ലേശം അനുഭവപ്പെടും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കഠിനമായ അധ്വാനം കുറയ്ക്കണം. ധനച്ചിലവ് വരാം. കർമ്മസംബന്ധമായ പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. അടുത്തത് മൂലം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമല്ലാത്ത മറുപടികൾ ഉണ്ടാകും. ദൂരയാത്രകൾ ആവശ്യമായി വരും. വേണ്ടപ്പെട്ടവർ മുഖേന ക്ലേശത്തിന് ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. അടുത്തത് പൂരാടം നക്ഷത്രം. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം. കലാപരമായ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകാം. വരവിൽ കവിഞ്ഞ ചിലവ് ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും പരിഹാരം ലഭിക്കും. സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടും. തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഗവേഷകർക്ക് തൃപ്തികരമായ സാഹചര്യങ്ങൾ വന്നുചേരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ദൂരയാത്രയിൽ നേട്ടം ഉണ്ടാകും. കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകും. വിദ്യാലാഭം ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം.
ആരോഗ്യപരമായി അനുഭവപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ധനപരമായി കുഴപ്പമില്ല. പുതിയ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയം. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. അടുത്തത് ചതയം നക്ഷത്രം. ശത്രുജയം, തൊഴിൽ മേന്മ, പരീക്ഷയിൽ ഉന്നത വിജയം എന്നിവ ഉണ്ടാകും. പ്രേമവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തും. പുതിയ കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കമിതാക്കളുടെയൊക്കെ തെറ്റിദ്ധാരണകൾ ഒഴിവാകും. മേലധികാരികൾക്ക് തൃപ്തികരമായ രീതിയിൽ പദ്ധതി സമർപ്പിക്കുന്നതിനാൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അവസാനമായി രേവതി നക്ഷത്രമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷവും അഭിമാനവും കിട്ടും. ധനപ്രാപ്തി ഉണ്ടാകും. ദമ്പതികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് താമസിക്കുവാനുള്ള തീരുമാനം സ്വീകരിക്കും. തൊഴിൽപരമായ മേഖലകളിൽ തൃപ്തികരമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.